ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി, ഒരു സ്പെഷ്യൽ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുകയും വേണം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ മൈദ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3 സ്പൂണ് മൈദയാണ് എടുത്തേക്കണത്. സ്പൂൺ എന്ന് പറഞ്ഞത് ഇത് ഈ അളവിലാണ് മൈദ എടുത്തേക്കണത്. ഇത് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ 1.5 ടീസ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 1.5 ടീസ്പൂണാണ് ഇട്ടേക്കണത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, നമുക്ക് നല്ലൊരു 1/4 ടീസ്പൂണിന്റെ പകുതിയായിട്ട് ഞാൻ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു മിക്സിംഗ് ആണിത്. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പഴം പൊരിക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 2 പഴമാണ് എടുത്തേക്കണത്. അതൊന്ന് നമുക്ക് തൊലിയെല്ലാം മാറ്റി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ പഴം നീളത്തിലാണ് എടുക്കണത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാനെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ മാവിലോട്ട് നമ്മുടെ പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ മുട്ട ചേർത്തോണ്ടിട്ട് കണ്ട പഴംപൊരി നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഇതൊന്ന് പൊങ്ങി വന്നൊക്കെ വേണ്ട. നമുക്ക് സോഡാപ്പൊടിയാ ബേക്കിംഗ് പൗഡർ അതൊന്നും ഇടണ്ട. അല്ലാതെ തന്നെ നമ്മുടെ മുട്ട ഇട്ടിട്ട് തന്നെ ഇത് കണ്ട നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നമ്മുടെ പഴംപൊരി, നാടൻ പഴംപൊരി. നമുക്ക് ഇത് കോരിയെടുക്കാം. നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇത്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ ചെറിയ വീഡിയോ ആണ്. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.